നമ്മുടെ ചീഫ് ഗസ്റ്റ് അഡ്വക്കേറ്റ് പ്രേമ മേനനെ നമ്മളെ അഭിസംബോധന ചെയ്യുവാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആദരവോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുവായൂർ സ്വദേശിയായ ശ്രീമതി പ്രേമ മേനൻ താനെയിൽ സ്വന്തമായി ഒരു ലോ ഫേം നടത്തുന്നു. കൂടാതെ മോഹിനിയാട്ടം ആർട്ടിസ്റ്റ്, കേരള ഗവൺമെൻറ്റ്സ് ലോകസഭ മെമ്പർ ഫോർ 2 terms, കോർഡിനേറ്റർ ഓഫ് മലയാളം മിഷൻ താനെ സോൺ, എക്സ് നാഷണൽ ചെയർപേഴ്സൺ ഓഫ് വിമൻ വിംഗ് ഓഫ് EMA, സെക്രട്ടറി ഓഫ് മലനാട് എഡ്യൂക്കേഷൻ വെൽഫെയർ അസോസിയേഷൻ, Managing Trustee of Vidyaniketan English School. She has taken care of Ullasa Parvagal project every year, exposure trip for differently abled children of Samagra Shiksha Abhiyan, Kerala State. Since 2014, children are taken for witnessing Republic Day Parade and Delhi Agra Darshan, and also to other states where their talents are showcased. അഡ്വക്കേറ്റ് പ്രേമ മേനോനെ പൂച്ചെണ്ട് നൽകി പൊന്നാട അണിയിച്ച് നമ്മുടെ ആദരവ് നൽകുവാനായി സംഘടനയുടെ അധ്യക്ഷൻ ശ്രീ കൊണ്ടോത്ത് വേണുഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. പെരുന്നയിൽ തുടങ്ങിയ നായർ സർവീസ് സൊസൈറ്റിയുടെ ആ പ്രവർത്തനങ്ങളിൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ സമുദായത്തിലെ മുന്നേറ്റത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പരിഷ്കാരങ്ങൾക്കുമായി നിലകൊണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, അതുപോലെ തന്നെ അന്നത്തെ അനാചാരങ്ങളെ, നമ്മുടെ സമുദായത്തിൽ നിലനിന്നിരുന്നുള്ള അനാചാരങ്ങളെയെല്ലാം ചവിട്ടി തള്ളി, അതുപോലെ ഒരു പരിഷ്കൃതമായ സമൂഹത്തിന് എന്തൊക്കെ വേണം എന്നുള്ള ആശയം രൂപീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ പല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അത് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള മഹത്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കെ കേളപ്പൻ, അങ്ങനെ ഒരുപാട് സാരഥികളുടെ ആ ഒരു പാരമ്പര്യമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നവരാത്രി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ കുറേ കുട്ടികൾ അവതരിപ്പിച്ചു ആ ഒരു ശിവശക്തി, പാർവതി ദേവിയുടെയൊക്കെ ആ ഒരു നൃത്തമൊക്കെ അവതരിപ്പിക്കേണ്ടായി. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ ഒരു പ്രധാനപ്പെട്ട നാമം നിങ്ങളെല്ലാവരും ഇപ്പോൾ മനസ്സിൽ കാണുന്നുണ്ടാവും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരിക്കണം നമുക്ക് ഏവർക്കും വേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ പലായനം, ഒരു ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ, സമുദായത്തിന് കെട്ടുറപ്പ് വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ യുവാക്കൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു വിഷമഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമുദായത്തിൻ്റെ വികസനത്തിന് വേണ്ടി യുവാക്കളെ കൂടി അടുപ്പിക്കുക എന്ന ഒരു കാതലായ ചിന്ത ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാവണം. എന്തായിരിക്കണം ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു കൾച്ചറൽ പ്രോഗ്രാമോ മറ്റു കാര്യങ്ങളോ മാത്രം കൊണ്ട് നമ്മുടെ വികസനം സാധ്യമല്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ കുട്ടികളെ അവർ ഈ ഒരു പ്രദേശത്തിൻ്റെ അതിർത്തി കടന്നു പോയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെ യുവാക്കളെ നമ്മോടടുപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ബൈലോയുടെ മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടത് അനിവാര്യമായി പഠിക്കും. ഇന്ന് നമുക്കൊരു ജൂറിസ്ഡിക്ഷൻ നിശ്ചയിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ആ ജൂറിസ്ഡിക്ഷന് അതീതമായി അല്ലെങ്കിൽ ആ ജൂറിസ്ഡിക്ഷൻ്റെ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. അതിനെ
സ്ഥലകാല പരിമിതികളില്ലാതെ തന്നെ വിപുലപ്പെടുത്തി നമ്മുടെ കുട്ടികളെ ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ, അത് വിദൂരതയിലിരുന്നു കൊണ്ടാണെങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് വെർച്വൽ മോഡ്, ഓൺലൈൻ മോഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടി കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ സമുദായത്തോടും സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളോടും അടുക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പരമ്പരാഗതമായ ഒരു സംസ്കാരം, നായർ എന്ന ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വളരെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. നാടുവാഴികളോ അതല്ലെങ്കിൽ പടയാളികളൊക്കെ ആണെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമുക്ക് രജോ ഗുണവും അതുപോലെ തന്നെ സത്വഗുണവും, സത്വരജോ ഗുണങ്ങളുടെ ഒരു സമന്വയമായിട്ടാണ് ഓരോ നായരും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാവുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പഴമയിലേക്കൊന്ന് പോയി നോക്കൂ. നമ്മൾ ആചരിച്ചിരുന്ന, നമ്മുടെ സമുദായം, നായർ സമുദായം ആചരിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണോ എന്ന് പലർക്കും തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ സംസ്കാരത്തിനോടും നമ്മുടെ പൈതൃകത്തിനോടും നമ്മുടെ ആചാരങ്ങളോടും ഒത്തുനിന്നാൽ മാത്രമേ നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ച സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് നമ്മുടെ പൂർവ്വസൂരികൾ കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഇത്രയും സുന്ദരമായി നമുക്ക് പറയാം, ഈ ഒരു സനാതനധർമ്മത്തിന് അടിസ്ഥിതമായ ഒരുപാട് മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു വന്നിരുന്നത്. നമുക്കോർക്കാം, നമ്മുടെ നായർ ഭവനങ്ങളിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഭുവനേശ്വരി പൂജ പലർക്കും ഓർമ്മ വരുന്നുണ്ടാവും. ഇന്ന് പലരും അത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ തറവാടുകളിലും നാഗക്കാവുകൾ ഉണ്ടായിരുന്നു, സർപ്പക്കാവുകൾ. അപ്പോൾ എത്ര ഭംഗിയായി നമ്മൾ പ്രകൃതിയെയും ഉൾക്കൊണ്ടുകൊണ്ട്, പ്രകൃതിയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട് ഒരു വലിയ ആരാധനാ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് പറയാറുണ്ട്, ഒരു പാമ്പുംകാവ്, ഒരു സർപ്പക്കാവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ കുടിവെള്ളം മുട്ടില്ല, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതോടൊപ്പം അതിനെ ഒരു ആചാരത്തിൻ്റെ പരിവേഷം കൽപ്പിച്ചുകൊണ്ട് തന്നെ പ്രകൃതിയെ, അല്ലെങ്കിൽ നമ്മുടെ വിരാട് രൂപമായി കാണുന്ന എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെയൊരു സംസ്കാരത്തിലേക്ക് നീങ്ങിയിരുന്നപ്പോൾ നമ്മുടെ പ്രകൃതിയും ഒപ്പം മനുഷ്യരും സംരക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനെല്ലാം മൂല്യച്യുതി വന്നു. പല രീതിയിൽ ഇതെല്ലാം ഒരു തരം ദുരാചാരമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു യാഥാസ്ഥിതികരുടെ, പഴഞ്ചന്മാരുടെ രീതികളാണെന്നൊക്കെ പല രീതിയിലുള്ള ഇസങ്ങൾ വന്നപ്പോൾ അതിനെല്ലാം ചവിട്ടി മാറ്റപ്പെട്ടു. പക്ഷേ ഇന്ന് ഭൂകമ്പം പോലുള്ള അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ പല രീതിയിലാണല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം, നമുക്ക് ഏത് രീതിയിലാണ് വെള്ളപ്പൊക്കങ്ങളും മറ്റു രീതികളൊക്കെ വന്ന് ഒരു നാടിനെ തന്നെ നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തടയിടാൻ നമ്മുടെ പൂർവികർ നമുക്കായി കണ്ടുവച്ച ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം അതിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ നമ്മളെ തന്നെ ഇല്ലാക്കുന്ന, നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ടത്രേ, സന്തതി സമ്പത്തു കാക്കേണം ഈശ്വര. ആരോട്? നാഗദൈവങ്ങളോട് പറയാറുണ്ടത്രേ. എത്ര സുന്ദരമായൊരു സങ്കല്പമാണ്. സന്തതികൾ വേണ്ടേ? സന്തതികൾ ഉണ്ടെങ്കിലേ നമ്മുടെ പാരമ്പര്യം തുടരാൻ സാധിക്കുള്ളൂ. സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും വാണിംഗ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല സംസ്കാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങൾക്ക് ച്യുതി വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് നമ്മളെല്ലാം മനസ്സുകൊണ്ട് തയ്യാറായി, അല്ലെങ്കിൽ നമ്മൾ കർമ്മം കൊണ്ട് തയ്യാറാവണം എന്ന് നമുക്ക് അടിവരയിടേണ്ടി വരുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. പറയൂ, എല്ലാവർക്കും അറിയോ ഗീതയിലെ ഈ ഒരു ശ്ലോകം? ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവാമി യുഗേ യുഗേ. തീർച്ചയായിട്ടും എവിടെ അധർമ്മം നമ്മുടെ മൂല്യങ്ങളെ ച്യുതിക്കായി വരുന്നുവോ,
എവിടെ ഏതെങ്കിലും രീതിയിലുള്ള അപജയം സംഭവിക്കുന്നു അവിടെയെല്ലാം നമ്മൾ ഓരോരുത്തരും കൃഷ്ണന്മാരായി തന്നെ ഉയർത്തെഴുന്നേൽക്കണമെന്നും എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാർഗം കൃത്യമായിട്ടും ഒരു അക്രമ രീതി ആയിരിക്കരുത്, സനാതനധർമ്മ മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ ഉണരണം, നമ്മുടെ സമുദായത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ. നേരത്തെ ആരോ ഇവിടെ പറഞ്ഞു കേട്ടു കമ്മ്യൂണിറ്റി ഹാൾ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ പണ്ട് കാലത്ത് ഒരു പിടിയേരിയ കൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയെ ഉദ്ധരിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ഒരു ഹുണ്ടി വെച്ചാൽ എന്താണ്, ഒരു കുടുക്ക വെച്ചാൽ എന്താണ് ഒരു വിഷമമുള്ളത്? കുറച്ച് പൈസയെങ്കിലും, ഒരു പിടി പൈസ ചില്ലറയെങ്കിലും ഒരു മാസം നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചാൽ പല മാറ്റങ്ങൾക്കും അത് വഴിത്തിരിവാവും എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ ഈ ഒരു വേദിയിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ച പ്രിയപ്പെട്ട നായർ വെൽഫെയർ അസോസിയേഷൻ്റെ സാരഥികൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആർക്കും അതൊരു വിഷമമാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഈ സദസ്സിലുണ്ട്. എല്ലാവരോടും വിനയപൂർവ്വം നമുക്ക് നമ്മുടെ സമുദായത്തെ ഉദ്ധരിക്കാൻ നിലകൊള്ളാം എന്ന് ശപഥം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.